കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം സുപ്രീം കോടതിയിൽ. ഭാര്യ മഞ്ജുഷയാണ് ഹർജി നൽകിയത്. നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന ഹർജിയിൽ മഞ്ജുഷ. ശ്യാം ദേവരാജ് നമുക്കൊപ്പം. ശ്യാം ദേവരാജ്, സിബിഐ വന്നാലേ തങ്ങളുടെ ആശങ്കകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണം നടക്കൂ എന്ന് ഹൈക്കോടതിയിലും കുടുംബം ആവശ്യപ്പെട്ടതാണ്. അവിടെ അത് തള്ളിപ്പോകുന്നു. പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു നവീൻ ബാബുവിന്റെ കുടുംബം. വിവരങ്ങൾ. സുജയഭാഗവതി, ഇത് മൂന്നാമത്തെ ഈ സമാന ആവശ്യം ഉന്നയിച്ചത്, അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മൂന്നാമത്തെ ഹർജിയാണ്. അതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ചിന് മുന്നിലും ഒപ്പം ഡിവിഷൻ ബെഞ്ചിന് മുന്നിലും സമാന ആവശ്യം ഉന്നയിച്ചുവെങ്കിലും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ ആവശ്യം അംഗീകരിച്ചില്ല. ഇതിന് തൊട്ടുപിന്നാലെയാണ് നേരത്തെ തന്നെ ഡിവിഷൻ ബെഞ്ച് ഈ ആവശ്യം തള്ളുമ്പോൾ തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഈ നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്നാണ്. ആ അപ്പീലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഈ അപ്പീൽ നൽകിയിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ബുധനാഴ്ചയായിരിക്കാം സുപ്രീം കോടതി പരിഗണിക്കുക. ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, സിബിഐയുടെ അന്വേഷണം നിലവിൽ നടത്തുന്ന പോലീസ് ക്രൈം നടത്തുന്ന SIT അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന കാര്യമാണ്. രണ്ടാമത്തേത്, ഇതൊരു നീതിപൂർവമായ അന്വേഷണമല്ല നിലവിൽ നടക്കുന്നത്. കാരണം കൊലപാതകം ആണോ എന്നൊരു സംശയം നേരത്തെ തന്നെ കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. അത്തരം ഒരു കാര്യത്തിലേക്ക് അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. മാത്രമല്ല, ഇത് നേരത്തെ ഹൈക്കോടതിയിൽ ഉന്നയിച്ച ആ സമാന വാദങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയിലും ഉന്നയിക്കുന്നുണ്ട്. അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ, അതായത് ഈ കേസിലെ പ്രതിയായ പി പി ദിവ്യയ്ക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്. സംസ്ഥാനം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് പി ദിവ്യ. അതുകൊണ്ട് തന്നെ ഇതിൽ സംസ്ഥാന പോലീസ് ഭരിക്കുമ്പോൾ ഒരു നീതിപൂർവമായ അന്വേഷണം നടക്കില്ല. അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം അനിവാര്യമാണ്. അതുകൊണ്ട് CBI തന്നെ വരണം എന്നതാണ് മഞ്ജുഷ ഈ ഹർജിയിൽ, സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് അപാകതകളുള്ളതായി തോന്നിയത്? ആദ്യം മുതൽ തന്നെ ഇതിലെ ഗൂഢാലോചന, അതോടൊപ്പം കൊലപാതക സാധ്യത, പല കാര്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ എന്തൊക്കെയാണ് പറയുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, നവീൻ ബാബുവിന്റെ മൃതദേഹം കണ്ടെടുത്ത നിമിഷം മുതലുള്ള കാര്യങ്ങളാണ് ഈ ഹർജിയിലും അവർ ആക്ഷേപമായി സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ പല കാര്യങ്ങളിലും സംസ്ഥാന പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിട്ടില്ല, ആഴത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടില്ല എന്നതാണ് ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. പ്രത്യേകിച്ചും നവീൻ ബാബുവിന്റെ ശരീരത്തിൽ നിന്നും പല ഫ്ലൂയിഡും ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത നേടാൻ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, പോലീസ് പല ഘട്ടങ്ങളിലും ഇക്കാര്യത്തിൽ ശരിയായ രീതിയിലുള്ള ഒരു അന്വേഷണമല്ല നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലെ അന്വേഷണം നീതിപൂർവ്വമല്ല, വിശ്വാസമുള്ളതല്ല. CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കണ്ണൂർ മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ കുടുംബം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് CBI അന്വേഷണത്തിന് അനുകൂല ഉത്തരവുണ്ടാകുമോ എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.